ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിയും പൂർണിമയും അച്ചുവും ശ്രീഹരിയും അങ്ങനെ എല്ലാവരും തന്നെയുണ്ട്. അപ്പോൾ ലക്ഷ്മിയുണ്ട്. അപ്പോൾ ലക്ഷ്മി വാട്ട നിന്ന് എഡഞ്ഞങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ സേതുവിനോട് ഇങ്ങനെ തട്ടിക്കയറുകയാണ് കേട്ടോ. അപ്പോൾ സേതുവിന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സേതു. അപ്പോൾ ലക്ഷ്മി ആണെങ്കിലോ, ലക്ഷ്മി അതിലും വലിയ കഠിനമായിട്ടാണ്, അതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അതെ നീ കൊല്ലും, ഞാൻ എല്ലാത്തിനെയും കൊല്ലും ഞാൻ. പക്ഷേ ഞാനാണല്ലോ ഇപ്പോൾ ഇവിടെ നിന്നെ പ്രസവിച്ച് എല്ലാത്തിനും തുടക്കമിട്ടത്, അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം അവസാനിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി നേരെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പം ലക്ഷ്മി എന്നൊക്കെ വിളിച്ച് പൂർണിമയും പല്ലവിയും ഒക്കെ പുറകെ ഉണ്ട് കേട്ടോ. അപ്പം ഒന്നും മിണ്ടിയില്ല. സേതുട്ടാ എന്ന് വിളിച്ചു. അപ്പം സേതു ഒന്നും മനസ്സിലാവാതെ പാവം ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ലക്ഷ്മി നേരെ ചെന്ന് റൂമിലേക്ക് ചെന്നു വാതിലങ്ങ് അടച്ചു. അപ്പം സേതു അങ്ങോട്ടേക്ക് വന്നു. എന്താ എന്ന് ചോദിച്ചു. സേതുട്ടാ റൂം തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരുടെ വാതിൽ ഇങ്ങനെ ആഞ്ഞു വിളിച്ചു. പക്ഷേങ്കിൽ വാതിൽ ലക്ഷ്മി തുറക്കുന്നേ ഇല്ല. ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ആവുന്ന വിളിച്ചു, ഒരു രക്ഷയില്ല. അപ്പം ഇവര് സേതു വേഗം തന്നെ വാതിൽ ചവിട്ടി പൊളിച്ച് നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ കൈയുടെ ഞരമ്പൊക്കെ കട്ട് ചെയ്ത് അവിടെ കിടക്കാണ് നമ്മുടെ ലക്ഷ്മി. അപ്പോൾ വേഗം തന്നെ ഇവർ അയ്യോ എൻ്റെ ലക്ഷ്മി എന്തേ കാണിച്ചത് എന്ന് ചോദിച്ച് പൂർണിമയും അച്ചും ഒക്കെ ഉണ്ട്. എടാ ഹരി വേഗം വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരോട് പിടിച്ച് ലക്ഷ്മിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്. അപ്പൊ ഇന്ദ്രനാണെങ്കിൽ ഭയങ്കര സമനില തെറ്റിയിട്ട് അങ്ങനെ ഒന്നും തോക്കില്ല, ഇല്ല എന്നെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞാണ് ഇവനിങ്ങനെ നടക്കുന്നത്. അപ്പൊ ഋതു വന്ന് നോക്കുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് തന്നെ സംസാരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പിടിച്ചിങ്ങനെ നടക്കാണ്. എന്നെ ഇല്ല, ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ തെറ്റല്ലേ, ഞാനാണ് തെറ്റുകാരൻ അല്ലേ, എന്നിട്ടോ അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. എങ്കിൽ ഇനി കണ്ടോ, എനിക്ക് അതൊന്ന് കാണണം, കാണിച്ചു തരാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വികിളി പിടിച്ച് നടക്കുന്നു. എന്നിട്ട് കട്ടിലിനിടിക്കുന്നു, ഭിത്തിക്കിട്ടിടിക്കുന്നു. ഇതെല്ലാം കണ്ട് ഋതുവോടെ നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഋതു ഒന്ന് മുരടക്കിന് അനക്കി. എന്തടി എന്നിങ്ങനെ ചോദിച്ചവൻ ഭയങ്കര കലിപ്പിലാണ് ഋതുവിനോട് ചോദിക്കുന്നത്. അല്ല ഞാൻ അകത്തേക്ക് കയറാമോ എനിക്ക് എന്ന് ചോദിച്ചു. നീ എന്തടി എന്നെ കളിയാക്കണോ? ഇത് നിന്റെ മുറിയല്ലേ, നിനക്ക് വേണ്ടി നിന്റെ തന്ത പണിത് വെച്ചിരിക്കുന്ന സ്യൂട്ട് റൂം, എന്താ ശരിയല്ലേ, ഇങ്ങോട്ട് കയറി വരാൻ എന്റെ അനുവാദം വേണോടി എന്ന് ചോദിച്ചു. വേണോന്ന് റെഡി നിന്നോടാ ചോദിച്ചത്. അകത്ത് നിൽക്കുന്ന നിങ്ങൾ നോർമൽ ആണെങ്കിൽ ചിലപ്പോ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. നോർമൽ ആണെങ്കിലോ? ഞാനോ എന്ന് ചോദിച്ചു. എനിക്ക് എന്താടി കുഴപ്പം? നിങ്ങളുടെ കുഴപ്പം എന്താന്ന് പറയാൻ ഞാനാരാ? എനിക്കൊരു ഡോക്ടർ ഡിഗ്രി ഇല്ല. എടി ദേ ഞാൻ ആകെ വെള്ളിപ്പ് കെട്ടി നിൽക്കുക. ആഹാ എനിക്കത് തോന്നി, അതുകൊണ്ട് തന്നെയാ ഞാൻ അകത്തേക്ക് കയറി വരാൻ മടിച്ചത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് ഇന്നലെ ഇങ്ങനെ നടക്കണം തേരാപ്പാര. അപ്പം വേഗം ഋതു പതുക്കെ അകത്തേക്ക് കയറി വന്നു. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചോദിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ? എന്താടി നിനക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചു. അല്ല ഞാനൊരു കാര്യം, ജിത്തിന് എന്തോ കാര്യമായ കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ ജിത്തെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. എവിടുന്നോ എന്തോ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ, അതാ ഈ വെകിളിയും വെപ്രാളവും ഒക്കെ അതാ ചോദിച്ചത് എന്ന് പറഞ്ഞു. സത്യം പറ ജിത്തെ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടാതെ നിൽക്കുകയാണ്. ഒന്ന് പറയേണ്ട ജിത്തെ, ഒന്നുമില്ലെങ്കിലും ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ എന്നൊരാക്കിയ സംസാരത്തോടെ ഋതു സംസാരിച്ചു. അപ്പൊ കുറച്ചു നേരം നിന്ന ശേഷം എന്താണെങ്കിൽ നമ്മുടെ രാജലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ വിഷു ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തതും അടിച്ചതും ഒക്കെ ഓർമ്മ വരുവാണ്. ഇല്ല, നിനക്ക് നിന്നെ മാത്രം സ്നേഹിക്കാൻ അറിയൂ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി, നീ സദാസമയം കുറ്റം നിറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ആ സേതുവിനെ, സത്യം പറഞ്ഞ അവൻ നിന്നെക്കാൾ എത്രയോ ഭേദമാണല്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഋതുവിനോട് ഇങ്ങനെ പറയാം. ആ തള്ള ഒരൊറ്റ ഒരുത്തിയാ ഇത്രയും നാൾ എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നത്, എന്നിട്ടിപ്പോ അവര് ഒടുക്കം എന്നോട് കാല് വാരിയിരിക്കുന്നു. അത് മാത്രല്ല എന്നെക്കാൾ എത്രയോ ഭേദമാണ് സേതു മാധവനെന്ന് എന്നോട് തന്നെ അവര് ചോദിച്ചെന്നേ. അപ്പൊ പിന്നെ എന്നിട്ട് കൈ നീട്ടി അവരെന്നെ അടിച്ചു. അതാ ഞാൻ പറഞ്ഞത്.
ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, ഒന്നിനെ ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. സത്യം പറയാലോ ജിത്തെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അമ്മയോട് ബഹുമാനമൊക്കെ ഒന്ന് തോന്നി തുടങ്ങുന്നത് എന്ന് പറഞ്ഞു ഋതു. ഈ ഒരു അടിയും ഉപദേശവും പണ്ടേ നിങ്ങൾ അവര് നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്നേ നിങ്ങൾ നന്നായി പോയേനെ എന്നിങ്ങനെ പറയണം. ഓഹോ, അപ്പോ നീയും ആ തള്ളയുടെ പക്ഷത്തല്ലേ? അതെ. സംശയം എന്താ ജിത്തിന് എന്ന് ചോദിച്ചു. അതെ, മറ്റൊന്നും കൊണ്ടല്ല, സത്യം പറയാലോ ദേ, രാജലക്ഷ്മി അമ്മ എന്നല്ല, ഈ ലോകത്ത് ആര് നിങ്ങൾക്ക് എതിര് നിന്നാലും അവരുടെ കൂടെ നിൽക്കാനാ എനിക്കിപ്പോ താല്പര്യം. അപ്പോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ വലുതാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ അല്ലേ? ഒരു താലി കെട്ടിയവൻ, എടോ താൻ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ആദ്യം സ്വന്തം ഭാര്യയാണ് അവളുടെ വയറ്റിൽ നിങ്ങളുടെ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക. അതിനുശേഷം അത് ഓർക്കാതെ കണ്ടവരുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് വരുന്ന ഓരോ അടിയും ഞാൻ സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ പടക്കം കൂടി ഞാൻ വേണേ പൊട്ടിച്ചു കളിക്കും എന്ന് പറഞ്ഞു ഋതു. എന്നിട്ട് ഋതു അങ്ങ് പോവാൻ തുടങ്ങിയപ്പോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ ഇന്ദ്രൻ എന്നിട്ട് ഇവളുടെ അടുത്തേക്ക് ചെന്ന്, എങ്കിൽ നീ ഇതോടെ കേട്ടിട്ട് അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കൂടെ ഈ ലോകത്ത് ആരുമില്ല എങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു പുല്ലുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ദേ, ആര് ചത്താലും എനിക്കൊന്നുമില്ല. അതിപ്പോ ചാവുന്നത് നീയാണെങ്കിലും പിന്നെ നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞാണെങ്കിൽ പോലും എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല. ഐ ഡോണ്ട് കെയർ. ഓക്കെ കേട്ടോടി എന്ന് ചോദിച്ചിട്ട് ഇന്ദ്രനങ്ങ് ഇറങ്ങി പോവാണ്. ഇവൻ ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല എന്ന് ഋതുവിന് മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെയോ ഭാര്യയോ ഒന്നും ഒരിക്കലും ഇവന്റെ ഈ ഭ്രാന്ത് മാറാതെ ഇവൻ ഒരു കളി നടക്കില്ല എന്ന് ഋതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണുന്ന ലക്ഷ്മി അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പല്ലവി അടുത്ത് വെപ്പുണ്ട്. അപ്പൊ സേതുവും ശ്രീഹരിയും കൂടി അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അവരൊക്കെ എന്ത് ഹരി എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനെയും അമ്മയും കൂടി പൊന്നുമടത്തിലേക്ക് പറഞ്ഞയച്ചു. എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട ഹരി. സേതുവിനോട് ചോദിച്ചപ്പോഴും വേണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? എന്താ സേതുവേട്ടാ ഇത് എന്ന് ചോദിക്കാം. എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യണ്ടേ എന്ന് പല്ലവി. എനിക്കൊന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല പല്ലവി. ഞാന് സത്യം പറഞ്ഞാല് എനിക്ക് ശ്വാസം പോലും എനിക്ക് അതെടുക്ക് നേരെ ചൊവ്വ എടുക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലാ ഞാൻ നിൽക്കുന്നത് എന്ന് സേതു ഇങ്ങനെ പറയാം. അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതെ നിന്ന് കുറച്ചു നേരം. ഇവർക്കും അറിയാം സേതുവിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. എന്നിട്ട് അവസാനം സേതു ലക്ഷ്മിയുടെ കാലിലൊക്കെ ഇങ്ങനെ പിടിച്ചു കൂട്ടോ. എന്നിട്ടും ഒരു എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിലാണ് സേതു ഇങ്ങനെ നിൽക്കുന്നത്. സേതുട്ടാ വിഷമിക്കട്ടെ സേതുട്ടാ എന്ന് പല്ലവി ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും ഞാൻ ഇതിപ്പോ വലിയൊരു അപകടം ഒഴിവായി പോയി എന്ന് മാത്രം സേതുട്ടൻ കരുതിയാൽ മതി. പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു ഞരമ്പ് മുറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒന്നും കാര്യങ്ങൾ നിൽക്കുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സാരമില്ല എന്ന് ഇതിനെ പല്ലവി ആശ്വസിപ്പിക്കാട്ടോ ചെയ്തത്. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റണില്ല പല്ലവി. എങ്ങനെ തോന്നി? സത്യം പറഞ്ഞാല് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പാതി ജീവൻ പോലും ഇല്ലാതെ വാരിയെടുത്തോണ്ട് രക്ഷിച്ച് കൊണ്ടുവന്നതായിരുന്നില്ലേ പല്ലവി നമ്മള്? എന്നിട്ട് ചോര ഊറ്റിക്കൊടുത്തും ശ്വാസം ഊതിക്കൊടുത്തും എന്തിന് ഒരു വിധത്തിൽ അണയാതെ കത്തിച്ച് തിരി തെളിയിച്ചെടുത്ത ജീവിതമായിരുന്നില്ലേ? എന്നിട്ടിപ്പോ വീണ്ടും 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 അത് കിടത്തിക്കിടാൻ മാത്രം എന്ത് പ്രകോപനാ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്? എന്തോ ഒരു കാരണം അതുണ്ട് സേതുവേട്ടാ എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ ശ്രീഹരി, അതെ, നമ്മൾ ഇന്നലെ രാത്രി തിരിച്ചു വന്നപ്പോ വാതില് പോലും ലോക്ക് ചെയ്യാതെ അമ്മ ഉറങ്ങായിരുന്നില്ലേ സേതുവേട്ടാ? ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സേതു ഓർക്കാണ് കേട്ടോ. അതില് എന്തോ ഒരു അസ്വാഭാവികത അതിലില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ സേതു ഇങ്ങനെ ആലോചിച്ചപ്പോ പിന്നെ അതുപോലെ ഇന്ന് രാവിലെ മുതൽ അമ്മ പ്രതിരോധത്തിലായിരുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലും ഞാൻ സംസാരിച്ചപ്പോഴും അതെ, സേതുവേട്ടൻ സംസാരിച്ചപ്പോഴും അതെ. അപ്പൊ സേതുവിനോട് അപ്പൊ ഞാനില്ലേ എന്ന് സേതു ഇങ്ങനെ ചോദിച്ചപ്പോ അത് പോരെ, മതി മതി എന്നൊരാക്യ സംസാരമാണ് സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി സേതു നിന്നെ എന്ന് വെച്ചാ നീ എന്നിങ്ങനെ പറഞ്ഞ് അലറി വിളിച്ചിരുന്നു സേതുവിനോട്. ഉച്ചക്കലത്തെ ബഹളവും ഈ ആത്മഹത്യാ ശ്രമവും ഒക്കെ അതിന്റെ തുടർച്ച മാത്രമായിരുന്നു സേതുവേട്ട എന്ന് പറഞ്ഞു. പല്ലവി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? താനൊന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താണെങ്കിലും അതൊന്നും തലയിലേക്ക് കയറുന്നതേ ഇല്ല എന്ന് സേതു പറയാണ്.
അതെ സേതുവേട്ടാ, ഇന്നലെ രാത്രി മുതൽ എന്തോ നമ്മൾ ശത്രുക്കളാണ് സേതുവേട്ടാ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഇങ്ങനെ ആ ശത്രുതയുടെ ആഫ്റ്റർ എഫക്റ്റാ ദേ പൊന്നുമടക്കാരോടുള്ള ആ അകൽച്ചയും പിന്നെ നമ്മളോട് കാണിച്ചതും സേതുവേട്ടനോടുള്ള ആ ദേഷ്യവും വിരോധവും ഒക്കെ. അതിനുശേഷം സേതുവിനെ മുറിവുണ്ടൊക്കെ ഇടിക്കുകയും നിന്നെ ഞാൻ കൊല്ലുവിടാ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറഞ്ഞായിരുന്നു സേതുവിനെ ഉപദ്രവിച്ചത്. സേതുവേട്ടാ, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പല്ലവി? എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തോ? അപ്പോൾ നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് സേതു മാധവനെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ സേതു അങ്ങ് പോകാൻ തുടങ്ങി. സേതുവേട്ടാ, പല്ലവി ചേച്ചിയും ചെല്ല്, ഞാൻ എന്താണേലും ഇവിടെ നിന്നോളാം എന്ന് ഹരി പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹലോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ കയറി വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഡോക്ടറെ വിളിച്ചിട്ട് കാര്യമായി തന്നെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ദേ, ഞാൻ പേഷ്യൻ്റെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇതിനു മുൻപും ഇവർ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പം അത് പിന്നെ ഡോക്ടർ, അത് അന്നത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ അതുണ്ടായിരുന്നോ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് തീർത്തും നിരാശയിലായിരുന്നില്ല അത് ചെയ്തത്. പെട്ടെന്നുള്ളൊരു കാരണത്തെയോ പ്രേരണയുടെയോ പുറത്ത് അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ആ കുടുംബത്തിലോ മറ്റാരോടോ അവർ ഇത്രമാത്രം വയലന്റായി സംസാരിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഡോക്ടർ എന്ന് ചോദിച്ചു. എൻ്റെ അറിവില് ഞാൻ ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. പക്ഷേ സ്നേഹിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കുന്നു, പക്ഷേ അവരുടെ മുന്നിൽ ഇപ്പോ ലോകത്തെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് സേതുമാധവൻ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ സേതുവിന് ഇതൊക്കെ വല്ലാത്തൊരു ഷോക്കായി പോയി. സേതു ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ എല്ലാവരുടെയും മുൻപില്. നിങ്ങളെ ആക്രമിച്ചിട്ടും കലി തീരാഞ്ഞിട്ടാണ് അവർ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സേതുവും പല്ലവി ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കാട്ടോ. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു. അപ്പോൾ സേതുവിനോട് പറഞ്ഞിരുന്നു, കൊല്ലും, ഞാൻ കൊല്ലും, പക്ഷേ നിന്നെയല്ല, നീ എന്നെ, എന്നിട്ട് ഇഞ്ചിഞ്ചായി എൻ്റെ ശവം കഴിച്ച് നീ തൃപ്തിപ്പെട എന്ന് സേതുവിനോട് പറഞ്ഞിരുന്നു. ഡോക്ടർ, ഏത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് പല്ലവി. ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ. അല്ല, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തീപ്പെട്ടിയും വെടിമരുന്നും തമ്മിൽ ഉരസി തീ പിടിക്കാതിരിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്, പരസ്പരം അകറ്റി നിർത്തുക എന്നുള്ള കാര്യം. മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടുപേരും പരമാവധി കൂടിക്കാഴ്ചകൾ അത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർ പറഞ്ഞു. കഴിയുമെങ്കിൽ അകന്ന് രണ്ടിടത്തായി ജീവിക്കുക. അയ്യോ ഡോക്ടർ, അത് കഴിയില്ല എന്ന് വേഗം പല്ലവി പറഞ്ഞു. ഇപ്പോൾ സേതുവേട്ടൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ ഡോക്ടർ? ആയിക്കോട്ടെ, പക്ഷെ അത് അവരെ അറിയിക്കണ്ട. അറിയിച്ചാൽ ആ മകന്റെ സംരക്ഷണത്തിൽ കഴിയാൻ താല്പര്യമില്ലാതെ ചിലപ്പോൾ അവർ എന്തെങ്കിലും വീണ്ടും ചെയ്തേക്കും. അതിലൊരു സംശയം വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സേതു ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് കേട്ടോ ഇതെല്ലാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. ഡോക്ടർ, ഞാൻ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല, സംസാരിക്കുന്നുമില്ല, ഒന്നും. അത് പോരെ ഡോക്ടർ എന്ന് പറഞ്ഞു. ഏത് എക്സ്റ്റെൻഡ് വരെയാണ് അകൽച്ച വേണ്ടതെന്ന് അവർ തന്നെ സംസാരിക്കും. അവർക്ക് ബോധം വരുമ്പോൾ അവർ തന്നെ എന്താണെങ്കിലും അവർ പറയുന്നത് അതനുസരിക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം, ഏറ്റവും വലിയ ശത്രുവിനെ പോലെയായിട്ട് വെറുക്കുന്നത് സേതുമാധവനെയാണ്. അത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സേതു കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്നിട്ട് രണ്ടുപേരുടെ ഡോക്ടറുടെ റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. സേതുവേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. സേതുവേട്ടനെ ഇത് ഇമോഷണലായിട്ട് എടുക്കണ്ട. ഇതിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് എന്താണേലും ലക്ഷ്മി അമ്മയെ തിരിച്ചു കൊണ്ടുവരണ്ടേ, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ത്യാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും അല്ല, ഞാൻ ഇത്രയ്ക്ക് വലിയ എന്ത് പാപമാ പല്ലവി ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
അറിയാമെങ്കിൽ താനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി താ എനിക്ക് എന്ന് സേതു. പറ, ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവിയും അപ്പുറത്ത് മാറിയെന്ന് ഇങ്ങനെ കരയാണ്. എന്ത് പറഞ്ഞാണ് സേതുവിനെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് പല്ലവിക്കും അറിയില്ല. എന്തുമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടാ ഞാൻ കണ്ടുപിടിക്കാനായിട്ട് നടന്നത് നിനക്കറിയില്ലേ? ലക്ഷ്മിയമ്മയുടെ കാര്യം ആദ്യം ഒന്നും ചേർത്ത് പിടിച്ചില്ല, അകറ്റി നിർത്തുക ചെയ്തത്. സ്നേഹത്തോടെ ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. ഒഴിവാക്കി എന്നെ വിടുക ചെയ്തത്. എന്താ ശരിയല്ലേ? അപ്പോൾ സേതുവേട്ടാ, ആ ജീവിതത്തിൽ ഒരു ശല്യമാവണ്ട എന്ന് കരുതി ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിന്നു. പക്ഷെ ഒടുവിൽ മേലെടുത്ത് തറവാടിന്റെ പടി ഇറങ്ങേണ്ടി വന്നിട്ട് പോലും എന്നെ അന്വേഷിച്ചു വരാനായിട്ട് തോന്നിയതേയില്ല. എന്താ ശരിയല്ലേ? അതിനുശേഷം നമ്മൾ എവിടെ വെച്ചാ കണ്ടുപിടിച്ചതെന്ന് ഓർക്കുന്നില്ലേ? സ്വന്തം ജീവിതം വേണ്ട എന്ന് വെക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴും എന്നെ ഓർത്തതേയില്ല. എന്നിട്ടോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമ്മള് ആ തക്ക സമയത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചത്. അതിന് ശേഷമാ സ്വന്തം എന്താണ് സ്നേഹം എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയതും അനുഭവിച്ചതും ഒക്കെ. പക്ഷെ അതിന്റെ കൊതി ഇതുവരെ മാറിയിട്ട് പോലുമില്ല പല്ലവി എന്ന് പറഞ്ഞു. സേതുവേട്ടാ, ഞാൻ പറയുന്നത് സേതുവേട്ടനൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. തൽക്കാലം നമ്മള് ഇതിപ്പോ ഒരു രോഗമായി മാത്രം പരിഗണിച്ചാൽ മതി. അതിനുശേഷം എന്ത് വന്നാലും നമുക്ക് തീരുമാനിക്കാം. സേതുവേട്ടൻ ഇത്തിരി ത്യാഗം കാണിക്കണം എന്ന് പറഞ്ഞു. എങ്കിലേ നമുക്ക് ജീവിതത്തിലേക്കും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ സേതുവിനിൽ നിന്നും അല്ലാതെ ഒരിക്കലും ശത്രുവായിട്ടൊന്നും കണ്ടു കാണുകയല്ല. മനസ്സിന്റെ വെപ്രാളം കൊണ്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും സേതുവേട്ട. അതുകൊണ്ട് രോഗിയായവരുടെ മനസ്സിൽ ശത്രുത ചിലപ്പോ രൂപപ്പെട്ടേക്കാം. അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഞാനിപ്പോ റൂമിലേക്ക് പോവാ എന്ന് പല്ലവി പറഞ്ഞു. മനസ്സിലായി, ഞാൻ തയ്യാറാ. ഇനി ഞാൻ കാരണം എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ എന്ന് സേതു ഇങ്ങനെ പറയാ. എങ്കിൽ ഞാനിപ്പോ അങ്ങോട്ടേക്ക് റൂമിലേക്ക് കയറി പോവുകയാണ്. ഡോക്ടർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ബോധം തെളിഞ്ഞാലും ഇതേ ശത്രുത തന്നെ കാണിക്കും എന്ന്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാന് ഇപ്പൊ ഫ്രീ അല്ലേ, ഇനിയിപ്പൊ എനിക്കെന്താ കുഴപ്പം? ആരുടെയും കാര്യം നോക്കണ്ട, ആരുടെ അടുത്ത് ചെല്ലണ്ട. ഇപ്പോ ഞാൻ എവിടെ മാറിയിരുന്നാ പോരെ, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല സേതുവേട്ട എന്ന് വിളിച്ചു. സാരമില്ല, താൻ ചെല്ലടോ, താൻ സമാധാനമായിട്ട് ചെല്ലു പല്ലവി എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഇറങ്ങുമ്പോൾ എന്താണേലും വേണമെങ്കിൽ വണ്ടിയുടെ അടുത്തേക്ക് വന്നേക്കാം എന്ന് മാത്രം സേതു പറഞ്ഞു. അപ്പൊ പല്ലവിയെ പറഞ്ഞ് നിർബന്ധിച്ച് നേരെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വിടുകയാണ്. എന്നിട്ട് സേതു ആകെ സങ്കടപ്പെട്ട് കാരൻ അവിടെ ഇരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.